വിമൻ റിനൈൻസൻസ് ലീഡേഴ്സ് ഓഫ് കേരള എന്ന ഭാഗത്തു നിന്നും കേരള PSC എക്സാംസിന് ചോദിക്കുന്നത് 20 വിമൻ ലീഡേഴ്സിനെ കുറിച്ചാകുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ എല്ലാം പേര് പറയാം. അക്കാമ ചെറിയാൻ, AV കുട്ടിമാളു അമ്മ, ലളിതാംബിക അന്തർജനം, അന്ന ചാണ്ടി, പാർവതി നെന്മേനി മംഗലം, ആര്യ പള്ളം, ലളിതപ്രഭു, അമ്മു സ്വാമിനാഥൻ, മേരി പുന്നൻ ലൂക്കോസ്, ആനി മസ്ക്രീൻ, ലക്ഷ്മി N മേനോൻ, ദാക്ഷായണി വേലായുധൻ, തോട്ടക്കാട്ട് മാധവിയമ്മ, KR ഗൗരിയമ്മ, ക്യാപ്റ്റൻ ലക്ഷ്മി, കാർത്തിയായനി അമ്മ, കണ്ടകൈ കുഞ്ഞാക്കമ്മ, കൂത്താട്ടുകുളം മേരി, K ദേവയാനി. ഇനി നമുക്ക് ഓരോരുത്തരെ കുറിച്ചും പഠിക്കാം. അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നും തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നും അറിയപ്പെടുന്നു. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിജിയാകുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വിമൻ റിനൈൻസൻസ് ലീഡർ ഓഫ് കേരളയാകുന്നു അക്കാമ ചെറിയാൻ. എന്നാൽ കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വിമൻ റിനൈൻസൻസ് ലീഡർ ഓഫ് കേരളയാകുന്നു ആനി മസ്ക്രീൻ. 1909 കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ചെറിയാൻ ജനിക്കുന്നത്. 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് തിരുവിതാംകൂറിലെ തമ്പാനൂരിൽ നിന്നും തിരുവിതാംകൂറിലെ കവടിയാറിലേക്ക് രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാന്റെ നേതൃത്വത്തിലാണ്. ഈ ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതിന്റെ 12ാമത് ഡിക്റ്റേറ്ററായി നിയോഗിക്കപ്പെട്ടതും അക്കാമ ചെറിയാനായിരുന്നു. ഡിക്റ്റേറ്റർ എന്നാൽ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷ എന്നാണ് അർത്ഥം. ഓക്കെ, ഐ ആം ദ ലീഡർ, ഷൂട്ട് മീ ഫസ്റ്റ് ബിഫോർ കിൽ അതേഴ്സ് എന്നത് അക്കാമ ചെറിയാന്റെ വാക്കുകളാകുന്നു. 1942 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയാകുന്നു ശ്രീമതി അക്കാമ ചെറിയാൻ. ദേശസേവിക സംഘം എന്ന വനിതാ വളണ്ടിയർ ഗ്രൂപ്പ് രൂപീകരിച്ചതും ശ്രീമതി അക്കാമ ചെറിയാൻ ആകുന്നു. 1948 മുതൽ 1951 വരെ തിരുവിതാംകൂർ നിയമസഭയിൽ അംഗമായിരുന്നു ശ്രീമതി അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാന്റെ ഭർത്താവിന്റെ പേരാകുന്നു VV വർക്കി. 1114 കഥ എന്ന പുസ്തകം എഴുതിയത് അക്കാമ ചെറിയാനാകുന്നു. അക്കാമ ചെറിയാന്റെ ഓട്ടോബയോഗ്രഫിയുടെ, അതായത് അക്കാമ ചെറിയാന്റെ ആത്മകഥയുടെ പേരാകുന്നു ജീവിതം ഒരു സമരം. അക്കാമ ചെറിയാൻ എന്ന പേരിൽ അക്കാമ ചെറിയാന്റെ ജീവചരിത്രം എഴുതിയത് പാർവതി ദേവിയാകുന്നു. അക്കാമ ചെറിയാന്റെ സഹോദരിയായ റോസ് അമ്മ പുന്നൂസ് ആണ് കേരള നിയമസഭയുടെ ആദ്യത്തെ പ്രോടേം സ്പീക്കർ. പ്രോടേം സ്പീക്കർ എന്നാൽ ടെമ്പററി സ്പീക്കർ എന്നാകുന്നു അർത്ഥം. അക്കാമ ചെറിയാന്റെ സഹോദരിയായ റോസ് അമ്മ പുന്നൂസ് ആണ് കേരള നിയമസഭയുടെ ആദ്യത്തെ പ്രോടേം സ്പീക്കർ. അക്കാമ ചെറിയാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താകുന്നു. അടുത്തത് AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിതയാകുന്നു AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയെ സ്നേഹപൂർവ്വം ഓപ്പ എന്ന് എല്ലാവരും വിളിച്ചിരുന്നു. 1905 തെക്കൻ മലബാറിലെ പൊന്നാനിയിലെ ആനക്കര വടക്കേത്ത് തറവാട്ടിലാണ് AV കുട്ടിമാളു അമ്മ ജനിക്കുന്നത്. കോൺഗ്രസ് നേതാവായിരുന്ന കോഴിപ്പുറത്ത് മാധവ മേനോനെയാണ് AV കുട്ടിമാളു അമ്മ വിവാഹം ചെയ്തത്. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവായിരുന്നു AV കുട്ടിമാളു അമ്മ. 1932 കോൺഗ്രസ് കേരളത്തിലെ സമര സർവാധിപതിയായി AV കുട്ടിമാളു അമ്മയെ അവരോധിച്ചിട്ടുണ്ട്. ഇതേ വർഷം, അതായത് 1932 നിയമലംഘന പ്രസ്ഥാന കാലത്ത് 2 മാസം പ്രായമായ കുട്ടിയോടൊപ്പം ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ വെല്ലൂർ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ച സോഷ്യൽ റീഫോമർ കൂടിയാകുന്നു AV കുട്ടിമാളു അമ്മ. വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി മലബാറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ സോഷ്യൽ റീഫോമറാകുന്നു AV കുട്ടിമാളു അമ്മ. മാതൃഭൂമി ഡയറക്ടർ ബോർഡ് അംഗവും മലബാർ ഹിന്ദി പ്രചാര സഭയുടെ അധ്യക്ഷയുമായിരുന്നു ശ്രീമതി AV കുട്ടിമാളു അമ്മ. മാത്രമല്ല സ്വദേശി പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിനർ കൂടിയായിരുന്നു AV കുട്ടിമാളു അമ്മ. 1936 1946 മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ സോഷ്യൽ റീഫോമർ കൂടിയാകുന്നു AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയുടെ സഹോദരിയാകുന്നു അമ്മു സ്വാമിനാഥൻ. AV കുട്ടിമാളു അമ്മയുടെ സഹോദരിയായ അമ്മു സ്വാമിനാഥന്റെ മക്കളാകുന്നു ക്യാപ്റ്റൻ ലക്ഷ്മിയും മൃണാളിനി സാരാഭായിയും. തെക്കൻ മലബാറിലെ പൊന്നാനിയിലെ ആനക്കര വടക്കേത്ത് തറവാടാകുന്നു ഇവരുടെ ജന്മഗ്രഹം. അടുത്തത് നമുക്ക് ലളിതാംബിക അന്തർജനത്തെക്കുറിച്ച് പഠിക്കാം. 1977 ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ വ്യക്തിയാകുന്നു ലളിതാംബിക അന്തർജനം. കേരള നിയമസഭാ സ്പീക്കറായിരുന്ന ദാമോദരൻ പോറ്റി ലളിതാംബിക അന്തർജനത്തിന്റെ സഹോദരനാകുന്നു. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യത്തെ കൃതിയാകുന്നു ലളിതാഞ്ജലി. 1976 ലളിതാംബിക അന്തർജനം എഴുതിയ പ്രശസ്തമായ നോവലാകുന്നു അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിന്റെ മറ്റു പ്രസിദ്ധമായ നോവലുകളുടെ പേരെന്ന് പറയാം. ഗ്രാമബാലിക, കൊടുങ്കാറ്റിൽ നിന്ന്, അഗ്നിപുഷ്പങ്ങൾ എന്നിവ ലളിതാംബിക അന്തർജനത്തിന്റെ പ്രശസ്തമായ കൃതികളാകുന്നു. ലളിതാംബിക അന്തർജനത്തിന് 1977 കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആദ്യത്തെ വയലാർ അവാർഡും നേടുകയുണ്ടായി. ലളിതാംബിക അന്തർജനത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാകുന്നു ആത്മകഥയ്ക്കൊരു ആമുഖം, ദാറ്റ് ഈസ് എ പ്രിഫേസ് ടു ഓട്ടോബയോഗ്രഫി. പുനർജന്മം എന്ന നാടകം ലളിതാംബിക അന്തർജനത്തിൻ്റെതാകുന്നു. അതുപോലെ ലളിതാംബിക അന്തർജനത്തിന്റെ ബാല്യ സാഹിത്യങ്ങൾ കൂടി ഒന്ന് പറയാം. കുഞ്ഞോമന, ഗോസായി പറഞ്ഞ കഥ എന്നിവ
ലളിതാംബിക അന്തർജനത്തിന്റെ ബാലസാഹിത്യ കൃതികൾ കൂടിയാകുന്നു. മനുഷ്യനും മനുഷ്യരും എന്നത് ലളിതാംബിക അന്തർജനത്തിന്റെ മറ്റൊരു നോവലാകുന്നു. ലളിതാംബിക അന്തർജനം കേരള സാഹിത്യ അക്കാദമിയിലും അതുപോലെ സോഷ്യൽ വെൽഫെയർ ബോർഡിലും അംഗമായിരുന്നു. 1973 സീത മുതൽ സത്യവതി വരെ എന്ന കൃതിക്ക് ലളിതാംബിക അന്തർജനത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. അടുത്തത് നമുക്ക് അന്നാ ചാണ്ടിയെക്കുറിച്ച് പഠിക്കാം. അന്നാ ചാണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ നിയമ ബിരുദധാരിയാകുന്നു അന്നാ ചാണ്ടി. അതുമാത്രമല്ല ഇന്ത്യയിലെ അതുപോലെ കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ആദ്യത്തെ വനിതാ ജഡ്ജായ സോഷ്യൽ റീഫോർമർ കൂടിയാകുന്നു അന്നാ ചാണ്ടി. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജഡ്ജും അന്നാ ചാണ്ടിയാകുന്നു. 1937 തിരുവിതാംകൂറിൽ സർ CP രാമസ്വാമി അയ്യർ ദിവാനായിരിക്കെ മുൻസിഫ് പദവിയിൽ നിയമിതയായ വ്യക്തി കൂടിയാകുന്നു അന്നാ ചാണ്ടി. ആദ്യത്തെ വനിതാ ജില്ലാ ജഡ്ജ്, ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജ് എന്നീ പദവികളിൽ എത്തിയ വനിതാ റിനൈൻസസ് ലീഡർ ആകുന്നു ശ്രീമതി അന്നാ ചാണ്ടി. ശ്രീമതി അന്നാ ചാണ്ടിയെ ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്നാ ചാണ്ടിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാകുന്നു ഓട്ടോബയോഗ്രഫി. അതായത് ആത്മകഥ എന്ന പേരിൽ ആത്മകഥ ഉള്ള ഒരു സോഷ്യൽ റീഫോർമർ കൂടിയാകുന്നു അന്നാ ചാണ്ടി. ശ്രീമതി അന്നാ ചാണ്ടി ലോ കമ്മീഷണർ ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീമതി എന്ന പ്രസിദ്ധീകരണം അന്നാ ചാണ്ടിയുടേതാകുന്നു. പാർവതി നെന്മണി മംഗലം നമ്പൂതിരി സ്ത്രീകളുടെ ഘോഷ ബഹിഷ്കരണ സമരത്തിന് എന്ന് പറഞ്ഞാൽ മുഖാവരണ ബഹിഷ്കരണ സമരത്തിന് നേതൃത്വം നൽകിയ കേരള വിമൻ സോഷ്യൽ റീഫോമർ ആകുന്നു പാർവതി നെന്മണി മംഗലം. ഈ ഒരു ഘോഷ ബഹിഷ്കരണം ആദ്യമായി നടത്തിയത് പാർവതി മനാഴിയാകുന്നു. എന്നാൽ ഈ ഒരു ഘോഷ ബഹിഷ്കരണ സമരത്തിന് ആദ്യമായി നേതൃത്വം നൽകിയത് പാർവതി നെന്മണി മംഗലമാകുന്നു. തൃശൂർ ജില്ലയിലെ ചേറ്റുപുഴയിൽ അന്തർജന സമാജം രൂപീകരിക്കാൻ നേതൃത്വം നൽകുകയും അന്തർജന സമാജത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുകയും ചെയ്ത വിമൻ സോഷ്യൽ റീഫോമർ ആകുന്നു പാർവതി നെന്മണി മംഗലം. അന്തർജന സമാജത്തിന്റെ സ്ഥാപകരിൽ VT ഭട്ടതിരിപ്പാടും പാർവതി നെന്മണി മംഗലവും ഉൾപ്പെടുന്നു. 1931 കണ്ണൂരിലെ തളിപ്പറമ്പിൽ വെച്ച് നടന്ന നമ്പൂതിരി യൂത്ത് കോൺഫറൻസിൽ അധ്യക്ഷത വഹിച്ചതും പാർവതി നെന്മണി മംഗലമായിരുന്നു. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിൽ അധ്യക്ഷയായ ആദ്യ വനിത കൂടിയാകുന്നു പാർവതി നെന്മണി മംഗലം. കൊച്ചി നിയമസഭയിൽ നമ്പൂതിരി ബിൽ ചർച്ച ചെയ്യുന്നതിന് അന്തർജന സമാജങ്ങളുടെ പ്രതിനിധിയായി സർക്കാർ നാമനിർദ്ദേശം ചെയ്ത വനിത കൂടിയാകുന്നു പാർവതി നെന്മണി മംഗലം. നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം നടത്തുന്നതിന് മുൻകൈയെടുത്തതും പാർവതി നെന്മണി മംഗലമായിരുന്നു. MR ഭട്ടതിരിപ്പാടും ഉമ അന്തർജനവും തമ്മിലായിരുന്നു ആദ്യത്തെ നമ്പൂതിരി വിധവ പുനർവിവാഹം നടന്നത്. VT ഭട്ടതിരിപ്പാടിന്റെ വസതിയായ രസിക സദനത്തിലായിരുന്നു വിവാഹ ചടങ്ങ്. മലപ്പുറത്ത് നിന്ന് കോട്ടയത്തേക്ക് ബോധവൽക്കരണ ജാഥ നയിച്ചതും പാർവതി നെന്മണി മംഗലമായിരുന്നു. മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമകൾ അല്ല എന്ന മുദ്രാവാക്യം മുടക്കിയതും പാർവതി നെന്മണി മംഗലമാകുന്നു. ആര്യ പള്ളം അന്തർജന സമാജ അധ്യക്ഷ പദവിയിൽ പ്രവർത്തിക്കുകയും അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിലും പാലിയം സത്യാഗ്രഹത്തിലും പങ്കാളിയാവുകയും ചെയ്ത വിമൻ സോഷ്യൽ റീഫോമർ ആകുന്നു ആര്യ പള്ളം. പാലിയം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചതും ആര്യ പള്ളമാകുന്നു. മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് പാർവതി നെന്മണി മംഗലത്തോടൊപ്പം നേതൃത്വം നൽകിയ വിമൻ റിനൈൻസസ് ലീഡർ കൂടിയാകുന്നു ആര്യ പള്ളം. ചുറ്റുകമ്മൽ മാറ്റി ചെറിയ കമ്മൽ ഉപയോഗിക്കുന്ന കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്യ പള്ളമാകുന്നു. വീടിനുള്ളിൽ അടിച്ചമർത്തൽ നിർത്തുക എന്ന അന്തപുര മർദ്ദന നീശാനം എന്ന പ്രമേയം അവതരിപ്പിച്ചതും ആര്യ പള്ളമാകുന്നു. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചും അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം ഇവ എന്താണെന്നതിനെ കുറിച്ചും ഒന്ന് നോക്കാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലളിതപ്രഭുവിനെ കുറിച്ചാകുന്നു. ശേഷഗിരി പ്രഭുവിന്റെ മക്കളാകുന്നു ലളിതപ്രഭുവും കമലപ്രഭുവും. കേരള മഹിളാ ദേശസേവിക സംഘത്തിന്റെ മുൻനിര പ്രവർത്തകയായിരുന്നു ലളിതപ്രഭു. ഇവരിൽ താലി സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കമലപ്രഭുവാകുന്നു. അമ്മു സ്വാമിനാഥൻ ലോകസഭ, രാജ്യസഭ, ഇടക്കാല പാർലമെന്റ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നിങ്ങനെ പാർലമെന്റ് ചരിത്രത്തിലെ എല്ലാ സഭകളിലും അംഗമായ ആദ്യ മലയാളി വനിതയാകുന്നു അമ്മു സ്വാമിനാഥൻ. തെക്കൻ മലബാറിലെ പൊന്നാനിയിലെ ആനക്കരയിൽ വടക്കേത്ത് കുടുംബത്തിലാണ് അമ്മു സ്വാമിനാഥൻ ജനിക്കുന്നത്. ക്യാപ്റ്റൻ ലക്ഷ്മി, മൃണാളിനി സാരാഭായി, ഗോവിന്ദൻ, സുബ്ബരാമൻ എന്നിവർ മക്കളാകുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അറസ്റ്റിലായ സോഷ്യൽ റീഫോമർ കൂടിയാകുന്നു അമ്മു സ്വാമിനാഥൻ. 1949 ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ വിമൻ കോൺഫറൻസിൽ പങ്കെടുക്കുകയും 1975 ഇന്റർനാഷണൽ വിമൻ ഇയറിൽ മദർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കുകയും ചെയ്ത കേരള റിനൈൻസസ് ലീഡറാകുന്നു അമ്മു സ്വാമിനാഥൻ. സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ഫിലിം സെൻസർ ബോർഡ് മെമ്പറായും അമ്മു സ്വാമിനാഥൻ സർവീസ് ചെയ്തിട്ടുണ്ട്. മേരി പുന്നൻ ലൂക്കോസ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമസഭാ മെമ്പറും അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജൻസ് ജനറലും കൂടിയാകുന്നു മേരി പുന്നൻ ലൂക്കോസ്. ആനി മസ്ക്രീൻ തിരുക്കൊച്ചിയിലെ പ്രഥമ വനിതാ മന്ത്രിയാകുന്നു ആനി മസ്ക്രീൻ. ഭരണഘടനാ കരട് രേഖയിൽ ഒപ്പിട്ട മലയാളിയായ രാജ്യതന്ത്രജ്ഞ കൂടിയാകുന്നു ആനി മസ്ക്രീൻ. പറവൂർ TK നാരായണൻ പിള്ള മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായും ആരോഗ്യവകുപ്പ് മന്ത്രിയായും ആനി മസ്ക്രീൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള ഝാൻസി റാണി എന്ന് ആനി മസ്ക്രീനെ അറിയപ്പെടുന്നു. ആനി മസ്ക്രീന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട് ആകുന്നു. ലക്ഷ്മി N മേനോൻ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയാകുന്നു ലക്ഷ്മി N മേനോൻ. നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്നു ലക്ഷ്മി N മേനോൻ. ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് എന്ന സംഘടനയുടെ ശില്പികളിൽ ഒരാളാകുന്നു ലക്ഷ്മി N മേനോൻ. ദ പൊസിഷൻ ഓഫ് വിമൻ എന്ന പുസ്തകം ലക്ഷ്മി N മേനോന്റേതാകുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മി
അമ്മു സ്വാമിനാഥന്റെ മകളാകുന്നു ലക്ഷ്മി സൈഗാൾ. ഈ ലക്ഷ്മി സൈഗാളിനെയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ റെജിമെന്റായ ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ലക്ഷ്മിയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് ഗവൺമെന്റിൽ വനിതാ ക്ഷേമ വകുപ്പ് മന്ത്രിയായും ക്യാപ്റ്റൻ ലക്ഷ്മി പ്രവർത്തിച്ചിട്ടുണ്ട്. 2002 APJ അബ്ദുൽ കലാമിനെതിരെ ഇടതു പിന്തുണയോടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുകയും കൂടി ചെയ്ത വ്യക്തിയാകുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി.